മുഖ്യമന്ത്രിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. ഈ ഉദ്ഘാടന പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അവിടെ ഇരുന്നത് കൊണ്ട് വേറൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. കേരളം പോലൊരു സംസ്ഥാനത്ത് ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ചെയ്യുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധ വിവരക്കേടാണ്. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയർത്തുമ്പോൾ മരുമകനെ കൊണ്ടുവരുന്നതിന് 7 ദിവസം മുൻപ് കത്ത് തരണം എന്നുള്ള ഒരു മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനോഗ്രേറ്റ് ചെയ്യുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിനെ ക്ഷണിച്ചു. മുഖ്യമന്ത്രി വരുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിനൊപ്പം മരുമകനും വരണമെന്ന് അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ 7 ദിവസം മുമ്പേ എഴുതി പറഞ്ഞില്ല. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. മറ്റൊരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയല്ലേ, സ്വാഭാവികമായിട്ടും റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് PW മിനിസ്റ്റർ വിളിക്കേണ്ടത് ഒരു അത്യാവശ്യമല്ലേ? അല്ല, അത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? അല്ല, എനിക്കറിയില്ല. നിങ്ങളത് തീരുമാനമായിട്ട് പറയാണോ, നിങ്ങളുടെ അഭിപ്രായമാണോ? ശ്രീ PA മുഹമ്മദ് റിയാസ്, എന്തുകൊണ്ടായിരിക്കും താങ്കളെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാഞ്ഞത്? അല്ല, അതിന്റെ ഉത്തരം പറയേണ്ടത് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടവരും ഇതിനോടകം തന്നെ ആവേശകരമായി പ്രതികരിച്ച BJPയുടെ ചില നേതാക്കന്മാരുമാണ്. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. NH66 പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ കേരളത്തിലെ LDF സർക്കാർ വഹിച്ച പങ്കെന്ത് എന്നുള്ളത് ഇവിടുത്തെ കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്നതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചു, 5600 കോടി രൂപ. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏകോപനത്തിലും മുന്നിൽ നിന്നു. മനസ്സിലായോ എനിക്കൊക്കെ? ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ശരിയാണല്ലോ, ചേട്ടൻ തന്നെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ദേശീയപാത അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസറാണല്ലോ കേരളത്തിന്റെ തലവൻ. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തെ കണ്ടുപഠിക്കണമെന്ന് അദ്ദേഹം എത്രയോ തവണ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അപ്പൊ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് എല്ലാ നിലയിലും മുന്നോട്ട് പോകുന്ന സമീപനമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൈക്കൊണ്ടത്. എന്നാൽ ഉദ്ഘാടന പരിപാടിയിൽ ഇത്തരം നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അതിനെതിരെ വ്യക്തി അധിക്ഷേപം ഉൾപ്പെടെ നടത്തുന്ന ഒരു രീതിയാണ് പിന്തുടർന്നത്. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ അതല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെ അപമാനിച്ചോ എന്നുള്ളതല്ല പ്രശ്നം. അതല്ലല്ലോ, ഇതൊരു വ്യക്തിപരമല്ലല്ലോ പ്രശ്നം. ഇത് കേരളത്തെ അപമാനിക്കലാണ്. ജനാധിപത്യപരമായി കേരളം തിരഞ്ഞെടുത്തൊരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പിലെ വ്യക്തിയെ അർഹതപ്പെട്ട ഒരു പരിപാടിക്ക് മാറ്റി നിർത്തുക, ഇതിലെന്ത് ന്യായമാണുള്ളത്? എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. അത് സ്വാഭാവികമായും ജനാധിപത്യ ഇന്ത്യക്ക് അപമാനമാണ്. ഇത്തരം രീതികൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട രീതിയല്ല എന്ന് BJPയിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന, നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയത്തെ ഗൗരവത്തോടുകൂടി കാണുന്നവർ പറയുന്ന കാര്യമാണ്. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ? ആവർത്തിച്ച് എന്തുകൊണ്ട് താങ്കളെ ക്ഷണിച്ചില്ല എന്ന് ചോദിച്ചു. അപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ ഇങ്ങോട്ട് ജില്ലാ തലത്തിലുള്ള നേതാക്കൾ വരെ പറയുന്നത് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചല്ലോ, എന്തിന് മരുമകനെ ക്ഷണിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഒരു മന്ത്രിയുടെ പ്രവർത്തനത്തെ വിലയിരുത്തേണ്ടത് ആ പ്രവർത്തനത്തിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും. വീഴ്ചകളുണ്ടെങ്കിൽ ആ വീഴ്ചകളെ വിമർശിക്കണം, ശക്തമായി വിമർശിക്കണം. പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ അതിനെ പിന്തുണക്കാവുന്നതാണ്. നിനക്ക് ഇത് മാത്രമുള്ളോ പറയാൻ? എന്നാൽ ഒരു മനുഷ്യൻ്റെ ചരിത്രത്തെ തമസ്കരിക്കുന്ന നില സ്വീകരിക്കുകയും അതിനെ വളരെ ബോധപൂർവം വ്യക്തിഹത്യ നടത്തി, വ്യക്തി അധിക്ഷേപം നടത്തി ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തെ തകർത്ത് അർഹനല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം, അത് എത്രത്തോളം ജനാധിപത്യപരമായി ശരിയാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രഹസനമാണ് സജി. ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കുക. ഒരുപക്ഷെ ഇത്രയധികം ഈ 5 വർഷത്തിനിടയിൽ വിമർശനങ്ങളിലേറ്റ പലരും ഉണ്ടായേക്കാം. പക്ഷേ വ്യക്തി അധിക്ഷേപം നടത്തി, വ്യക്തിഹത്യ നടത്തി ഒരു മനുഷ്യൻ്റെ ചരിത്രത്തെ ആകെ തമസ്കരിക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന നിലപാട് സ്വീകരിച്ച് പോകുന്നതിൻ്റെ അക്രമങ്ങൾ നേരിട്ടത് ഞാൻ തന്നെയാണ്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഈ പ്രവർത്തനത്തിൽ ഏറ്റവും മുഖ്യമായ പങ്കുവഹിച്ച ആൾ വരേണ്ടതില്ല എന്ന കാര്യം അവർ തീരുമാനിക്കുമ്പോൾ അവർ ഉദ്ദേശിച്ചത് കേരളത്തിൽ ആരും വരേണ്ടതില്ല എന്നാണ്. വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമല്ലടോ. കാരണം അവർക്കറിയാം പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള NHന്റെ ഉദ്ഘാടനത്തിൽ
കേരളത്തിലെ ഗവൺമെൻറ് പങ്കുവഹിക്കില്ല. അവർ കഴിഞ്ഞ കുറേ കാലമായിട്ട് NH-മായിട്ട് ഉൾപ്പെടെ ബന്ധപ്പെട്ട് സ്വീകരിച്ച സമീപനം വെച്ചുകൊണ്ട് ഒരു കാരണവശാലും പങ്കെടുക്കില്ല എന്നുള്ള കാര്യം അവർക്ക് നേരത്തെ അറിയാം. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ രാജീവ് ചന്ദ്രശേഖർ എന്തോ NHIയുടെ വികസനത്തിൽ വലിയ പങ്കുവഹിക്കുന്നതാണല്ലോ. അദ്ദേഹം ഈ BJPയുടെ അധ്യക്ഷനായിട്ട് എത്ര മാസങ്ങളായി? NH-ന് പണി തുടങ്ങിയത് ഈ പറയുന്ന 4 മാസക്കാലം കൊണ്ടാണോ? സുധാകര ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. അദ്ദേഹമാണ് കേരളത്തിൽ ഈ പരിപാടിക്കകത്ത് വരാൻ ഏറ്റവും യോഗ്യൻ എന്ന് പറയാൻ നാണമില്ലേ ഈ BJPയുടെ ആളുകൾക്ക്? അദ്ദേഹമാണ് ഇത്രയും മഹാനായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്ന ഏത് മാനദണ്ഡത്തിന് മേലെയാ? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാ. ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. ഇവിടെ കേരളത്തിലെ എത്ര പ്രധാനപ്പെട്ട മന്ത്രിമാരുണ്ടായിട്ടുണ്ട്? ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ വഹിച്ച എത്ര കേന്ദ്രമന്ത്രിമാരുണ്ട്? അവരെയൊന്നും കാണാതെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രിയെ ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വെറും രാഷ്ട്രീയമല്ല, സങ്കുചിത രാഷ്ട്രീയം. ഉത്തരം മുട്ടിച്ചോളഞ്ഞല്ലോ. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? ഇന്ന് ആ വേദിയിലിരിക്കാൻ ഏറ്റവും കൂടുതൽ അർഹനാണ് രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ പറയും വ്യക്തിപരമായി. എന്താണെന്നറിയാമോ? കാരണം ഇന്ന് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടിപ്പാതയും മറ്റു വിഷയങ്ങളും പില്ലർ ഹൈവേയും മറ്റു കാര്യങ്ങളുമായിട്ട് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷയോടെ സമീപിക്കുകയും ആ പ്രതീക്ഷയ്ക്ക് ഫലം കാണുകയും ചെയ്യുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടലുണ്ടാ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കേരളത്തിൽ മന്ത്രി അങ്ങനെ അധിക്ഷേപിക്കണ്ടെന്നേ. രാഷ്ട്രീയം പറഞ്ഞു നിങ്ങൾ. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് അങ്ങ് ഒരു വോയിസ് കൂടെ കേട്ടോ. എന്നാ കേൾപ്പിക്കാം. ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് ഇതിന്റെ പരിപൂർണമായ നിർമ്മാണത്തിന്റെ ചുമതല ഉത്തരവാദിത്വം. അതിൽ മറ്റൊരു കക്ഷിക്ക് റോളില്ല. എന്താ ഉറക്കം വരുന്നു. ആ മുതൽ ഇക്ഷ വരെ ദേശീയപാത നിർമ്മാണത്തിൽ ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇവിടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് അവിടെ നടന്നത്. 23 ഗ്രാമീൺ സടക്ക് യോജന റോഡുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതൊക്കെ വിവിധ MP-മാരുടെ പ്രപ്പോസലാ. ഈ MP-മാരെല്ലാം വേദിയിലുണ്ടോ? വേണ്ട. ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ വെസ്റ്റ് കല്ലടയിൽ 50 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പാനലിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. അവിടെ പറയുകയാണ് വെസ്റ്റ് കല്ലട പഞ്ചായത്ത് പ്രസിഡന്റ് അംബികയ്ക്ക് ആ വേദിയിലിരിക്കണമെന്ന്, ശ്രീമതി അംബികയ്ക്ക് വേദിയിലിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെ ഇരുത്താൻ സാധിക്കുമോ? ഇവിടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 2 മന്ത്രിമാരെ ക്ഷണിക്കപ്പെട്ടു. ഇവിടെ മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു PR വർക്കിന് അദ്ദേഹം ശ്രമിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ വന്നിട്ട് അതിന് കുഴലൂതി കൊടുക്കരുത്. പിണറായി വിജയന്റെ മരുമനാണ് മുഹമ്മദ് റിയാസ്. പിന്നെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല. അവിടെ സംസ്ഥാനത്തെ പ്രതികരിച്ച് സംസ്ഥാനത്തിന്റെ തലവൻ അവിടെയുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുത്തില്ല. മറ്റ് 2 മന്ത്രിമാരെ അവിടെ ക്ഷണിച്ചിട്ടുണ്ട്. അവരും പങ്കെടുത്തില്ല. അപ്പോൾ ഇതിനകത്ത് വില കുറഞ്ഞ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് കാലത്ത് കളിക്കാൻ ശ്രമിക്കുന്നത്, ആരെയൊക്കെ പ്രീണിപ്പിച്ച് ആ വോട്ടുകൾ നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇവിടുത്തെ LDF ആണ്, CPM നേതൃത്വമാണ്. നിങ്ങളെപ്പോൾ അവരൊന്നും ഏറ്റുപിടിക്കാൻ നടക്കരുത്. ഈ രാജ്യത്ത് നടക്കുന്ന വികസനങ്ങളൊക്കെ നിങ്ങൾ കാണുന്നു. 2 റീച്ച് സമർപ്പിക്കപ്പെട്ടു. മറ്റ് റീച്ചുകൾ പണി പൂർത്തിയാക്കിയിട്ട് നമുക്ക് വളരെ സുഗമമായിട്ട് കൊല്ലത്തോട്ടും തിരുവനന്തപുരത്തോട്ടും എറണാകുളത്തോട്ടും കാസർഗോഡോട്ടൊക്കെ യാത്ര ചെയ്യണം ഹാഷ്മി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പൊളിറ്റിക്കൽ ഗിമിക്സുകളൊന്നും ഏറ്റുപിടിച്ചുകൊണ്ട് ഹാഷ്മിയെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകങ്ങൾ ചർച്ചകൾ നടത്തരുത്. എന്നെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇനി അദ്ദേഹത്തെ വിളിച്ചില്ല. മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നല്ലോ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിളിച്ചില്ല. മുഖ്യമന്ത്രിക്ക് ബന്ധപ്പെടാൻ സാധിക്കാത്ത ആളൊന്നുമല്ലല്ലോ പ്രധാനമന്ത്രി. നോക്കൂ, ഇദ്ദേഹത്തെയും കൂടെ അത് വിളിക്കണം എന്നൊരു റിക്വസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ടോ? ഹാഷ്മി പരിശോധിക്ക്. അങ്ങനെ ഒരു റിക്വസ്റ്റും പോയിട്ടില്ല. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ഉദ്ഘാടന ദിവസം രാവിലെ ഒരു ഇതൊക്കെ കാണിച്ച് ഒരു വണ്ടി എടുക്കുക, കുറെ ആൾക്കാരെ കൂട്ടുക, അവിടെ പോയി പാരൽ ഉദ്ഘാടനം നടത്തുക. ഇതൊക്കെ ആരെയാണ് പറ്റിക്കുന്നത്? ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് ഹാഷ്മി. ഇത്തരത്തിലുള്ള ഗിമിക്സുകളൊന്നും മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. ദേശീയപാത നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടായാൽ ആ മുതൽ ഉച്ച വരെ ഞങ്ങൾക്ക് ബന്ധമില്ല. ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ലെങ്കിൽ അയ്യോ ഞങ്ങളെ വിളിച്ചില്ല. ഇതൊക്കെ ആരെയാണ് ഈ ഇരട്ടത്താപ്പ് കാണിച്ച് പറ്റിക്കാൻ ശ്രമിക്കുന്നത്?